بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ കണ്ണിന് ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് വൃക്ഷങ്ങൾ, മരങ്ങൾ എന്നത്. ഈ കാലഘട്ടത്തിൽ ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അധികവും കാട്ടിലൂടെയുള്ള യാത്രയാണ്. അത്രത്തോളം നാട്ടിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മരങ്ങൾ കാണപ്പെടാത്ത അവസ്ഥയിലേക്ക് പ്രകൃതി മാറിയിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിൽ കാർബണിൻ്റെ അളവ്, അതുപോലെ തന്നെ മീഥെയിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കാർബണിൻ്റെ അളവിൽ വരുന്ന ചൂടിനേക്കാളും 26 ഇരട്ടി ശക്തിയിലാണ് മീഥെയിൻ്റെ അളവ് കൂടിയാൽ ചൂട് ഈ പ്രകൃതിയിൽ അനുഭവിക്കാൻ പറ്റും. മരങ്ങൾ കാണാൻ പ്രയാസമാണ്. കുറേ തലമുറകൾ തണലുകൊണ്ട ഒരു മരം എന്ന് പറയുന്ന ഒരു മരം കാണല് ഒരു നാട്ടിൽ പ്രയാസമാണ്. കാരണം വേഗം വളർന്ന് വേഗം ഫലം കായ്ക്കുന്ന ആ രീതിയിലുള്ള കാർഷികമായ ആധുനിക പല പുരോഗതികളും പരീക്ഷിക്കപ്പെട്ട മരങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നത്. നേരെമറിച്ചൊരു വലിയ വൃക്ഷം, ഒരു പിലാവ്, അല്ലെങ്കിൽ ഒരാല്, അങ്ങനെയുള്ള വലിയ വലിയ ഒരുപാട് ജീവികൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കിയ, തണലൊരുക്കിയ ഒരങ്ങാടിയെ തിരിച്ചറിയാൻ അടയാളമായി പറഞ്ഞ ഒന്നും തന്നെയില്ല. ഖിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കയ്യിലുള്ളത് ഒടിച്ചു കുത്തിയാൽ പൊടിച്ചു വരുന്ന ചെടിത്തണ്ടാണെങ്കിൽ അത് ഒടിച്ചു കുത്തണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയകാലത്ത് ഒരു വീടിന് അതിര് നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഒരു പറമ്പിന് അതിര് നിശ്ചയിക്കുക എന്നത് പൊടിച്ചു വരുന്ന ചെടികളായിരുന്നു. ചീമക്കൊന്ന എന്നൊക്കെ പറയും. അങ്ങനെ അത്രത്തോളം സമ്പൽ സമൃദ്ധിയായിരുന്നു മരങ്ങളും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട്. ഇന്ന് ചെടികളുണ്ട്, പക്ഷെ അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. വെറും ഗാർഡൻ പ്രണയം എന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നത് പ്രധാനമായും ചെടി നനയ്ക്കാനും തോട്ടം നനയ്ക്കാനും ഒക്കെയാണ്. ഏതായാലും മരങ്ങൾ എന്നത് ഒരു നല്ല സങ്കല്പമാണ്. മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിറഹു അസീസ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരം വെച്ചുപിടിപ്പിച്ച മഹാനാണ്. മരം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ഉപകാരമുള്ള ഒരു മരം കാരണമില്ലാതെ ഒരാൾ മുറിച്ചാൽ, ശ്രദ്ധിക്കണേ, സൂറത്തുൻ നജ്മിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് അസ്സാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വാ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. നമ്മൾ പറയുന്ന കാരണങ്ങളോ ന്യായങ്ങളോ അല്ല, അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ പറയാൻ കഴിയുന്ന കാരണങ്ങളും ന്യായങ്ങളും ആവണം. അതല്ലാത്ത, കാരണമില്ലാത്ത അവസ്ഥയിൽ ഉപകാരമുള്ള ഒരു മരത്തെ ഒരാൾ അകാരണമായി മുറിച്ചു കഴിഞ്ഞാൽ അവനെ തല കീഴാക്കിയ നരകത്തിലേക്കിട. അതായത് ഒരു മരം മുറിച്ചാൽ നരകത്തിൽ പോകുന്ന പറഞ്ഞത്. ഒരു മരം മുറിച്ചതിന്റെ പേരിൽ നരകത്തിൽ പോകും. അത്രയും ഗൗരവകരമായ രീതിയിൽ ആ ഒരു മരത്തെ അള്ളാഹു പരിപോഷിപ്പിച്ചു. ഉപകാരമുള്ള മരത്തെ കാരണമില്ലാതെ മുറിക്കുന്നവനെ തല കീഴായി നരകത്തിലിടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മരത്തെ നമ്മുടെ മുന്നിൽ
തൗഹീദിന്റെ ഉപമയായി പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ ഉപമയായി മരത്തെയാ പറഞ്ഞിട്ടുള്ളത്. മരത്തെക്കുറിച്ച് ഖുർആൻ എത്രയാ ചർച്ച ചെയ്തിട്ടുള്ളത്, എത്ര തരം മരങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സിദറ, എലന്തമരം, ഒരു വല്ലാത്ത മരമായിരുന്നത്. ആദ്യത്തെ കല്യാണം നടന്നത് മരച്ചുവട്ടിലാണ്. ആദ്യത്തെ കല്യാണം നടന്നത് മരത്തിന്റെ ചുവട്ടിലാണ്. ആ മരത്തിന്റെ ഇല കൊണ്ട് ഭൂമിയെ മൊത്തവും മറച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ കല്യാണം സവ്വജതുക ഹവ്വ ഫഖാല ആദമു ഖബൽതു മിൻക നികാഹഹ. ആദം നബിക്ക് ഹവ്വ റളിയല്ലാഹു അൻഹയെ അല്ലാഹു നിക്കാഹ് കഴിച്ചു കൊടുത്തത് സ്വർഗ്ഗത്തിലെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പന്തലൊരുക്കാൻ മരം തന്നെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മരം ഒരാൾ ഒരു ആവശ്യത്തിന് മുറിച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം നടണമെന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരം നടുന്ന നേരത്ത് താൻ ദുനിയാവിൽ എല്ലാ കാലഘട്ടത്തിലും ജീവിക്കും എന്ന് കരുതിയാണ് മരം നടാവൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ ഈ മാവ് നട്ടിട്ട് ഇതിനകത്തുനിന്ന് മാങ്ങ പറിച്ച് ഞാൻ തിന്നിട്ട് അങ്ങനെ വേണ്ട. അപ്പോ 2 കൊല്ലാണെങ്കിൽ റംബ്യൂട്ടാൻ മതി, അതാവുമ്പോ എനിക്ക് തിന്നാൻ കിട്ടും. അങ്ങനെയാണിപ്പോ ഒന്നും പറ്റൂല. കാരണം എപ്പോഴാ മരിക്കണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പറമ്പിൽ നാളികേരം പറിച്ചെടുക്കുന്നത് നമ്മൾ വെച്ച തെങ്ങിൽ നിന്നും ഒരുപക്ഷെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ മരത്തെ കുറിച്ചുള്ളതായ ഇസ്ലാം കൊടുക്കുന്ന ഒരു ബഹുമാനം അത് വല്ലാതെ തന്നെയാണ്. കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ സദസ്സിൽ വെച്ചുകൊണ്ട് സ്വഹാബികളോട് പറയുന്നുണ്ട്, മസലുൽ മുഅ്മിനി കമസലി ഷജറ. ഒരു മുഅ്മിൻ ശരിക്കും ഒരു മരം പോലെയാണ്. ഒരു മുഅ്മിൻ ശരിക്കും ഒരു മരം പോലെയാണ്. ആ മരമാവട്ടെ നല്ല പച്ചപ്പ് നിലനിർത്തുന്ന മരം. ഭയങ്കര പ്രതിരോധമാണ് ആ മരത്തിനുള്ളത്. നല്ല പച്ചപ്പ് നിലനിർത്തുന്ന, ശക്തമായ ചൂടിലും നല്ല പ്രതിരോധമുള്ള ഒരു മരമാണ്. ആ മരത്തെ പോലെയാണ് മുഅ്മിനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുസ്ഖിതു വർഖഹ. അതിനിങ്ങനെ കൂടെ കൂടെ ഇല പൊഴിയുന്നില്ല ആ മരത്തിന്. മുഅ്മിൻ ആ മരത്തെ പോലെയാണ്. ഇല കൂടെ കൂടെ പൊഴിയാത്ത മരം, ആ മരത്തെ പോലെയാണ് മുഅ്മിൻ. അങ്ങനൊരു മരം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറഞ്ഞു, ഹിയ ശജറത്തു കദാ ഹിയ ശജറത്തു കദാ. അത് ആ മരമാണ്, ഈ മരമാണെന്ന് പല മരത്തിന്റെ പേരും പല സ്വഹാബിയും പറഞ്ഞു. അതൊന്നുമില്ല. ഈ ഹദീസ് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സദസ്സിൽ എനിക്ക് ഇതിന്റെ ആൻസർ പറയാൻ എനിക്ക് തോന്നിയിരുന്നു, അത് ഈത്തപ്പനയാണ്. കാരണം അത്രയ്ക്കും പ്രതിരോധ ശക്തിയുള്ള ഒരു മരം, ആ ചുട്ടുപൊള്ളുന്ന വെയിലിലും പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുന്ന ആ മരം, അതോടൊപ്പം തന്നെ ഇലകൾ പൊഴിച്ചിടാത്ത ആ മരം, അത് ഈത്തപ്പനയാണെന്ന് പറയാൻ എന്റെ വായിൽ ഇങ്ങനെ കയറി വന്നതാ. ഞാൻ ആ സമയത്ത് ഒരു പ്രായം കുറഞ്ഞ ആളായതിന്റെ പേരിൽ, ഒരു ചെറിയ വിദ്യാർത്ഥി പ്രായമായതുകൊണ്ട്, പ്രായം കൂടിയ വലിയ വലിയ സ്വഹാബികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയ പുള്ളിയാവാൻ നാണിച്ചു. അതുകൊണ്ട് അന്ന് ഞാൻ ആൻസർ പറയാതിരുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികൾ പല മരത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അതല്ല, അത് ഈത്തപ്പനയാണെന്ന് മുത്തുനബി തന്നെ ആൻസർ പറഞ്ഞു. വീട്ടിൽ വന്നു, ഞാൻ എന്റെ വാപ്പയോട് പറഞ്ഞു, ഉപ്പ ആരാണ് വാപ്പ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വാപ്പ അടക്കമുള്ള വലിയ വലിയ ആളുകൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒരു പക്ഷെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം എന്റെ അവതരണത്തിന് അത്രയും പരിമിതിയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തൊട്ടു മുന്നിൽ എപ്പോഴും കാണുന്ന മരമായിട്ടും അവരുടെ ഓർമ്മയിൽ അത് വരാത്ത വിധം ആ അവതരണത്തിന്റെ മനോഹാരിത അങ്ങനെയായിരുന്നു. ഉപ്പ പറഞ്ഞു, മോനെ എന്തൊരു ചോദ്യമെന്ന് ചോദിച്ചത്? ഉപ്പ, എനിക്കതിന്റെ ആൻസർ അറിയായിരുന്നു. വലിയ വലിയ സ്വഹാബികളെ പരിഗണിച്ചത് കൊണ്ട് ഞാൻ നാണിച്ചിട്ട് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ലൗ കുൻത ഖുൽതഹാ ലകാന അഹബ്ബ ഇലയ്യ മിൻ കദാ വകദാ. ഓ, നിനക്ക് അവിടെ വെച്ചതെന്ന് അതിന്റെ ആൻസർ പറഞ്ഞുകൂടായിരുന്നു, ഞാൻ അഭിമാനിച്ചേനെ എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഇത് പറഞ്ഞത്?
ഈത്തപ്പന പോലെ ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതം. പ്രതികൂലമായ അവസ്ഥകൾ പലതും ഉണ്ടാവും, നിരന്തരം അത് അനുഭവിക്കേണ്ടി വരും. ഈത്തപ്പന തോട്ടത്തിൽ പോയാൽ കാണാം അതിന്റെ ഒരു ദൃഢത. അതിൽ നിന്നും ആ രീതിയിൽ പ്രതികൂലമായ കാലാവസ്ഥകൾ ഉണ്ടായാലും ഒരു ഈത്തപ്പന കുലച്ചു കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും അല്ലേ? ഈത്തപ്പന കുലയ്ക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ അറബികളിൽ ആഘോഷകാലമാണ്, ഒരു കൊയ്ത്ത് കാലം പോലെ. നന്നായിട്ട് അതിന്റെ പഴങ്ങൾ ഉണ്ടാവും. നല്ല രുചികരമായ പഴങ്ങളാണ് ഈത്തപ്പഴം. ഒരുപാട് ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങിയില്ലേൽ പോലും ഇറങ്ങിയോടത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന വലിയ ഒരു ഉറപ്പ് ആ വൃക്ഷത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരു മുഅ്മിനിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഉപമകൾ പലതും ആ മരത്തിനുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഒരു ഈത്തപ്പന പോലെ ആവണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഈ കേട്ടോളൂ പരിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. പലയിടങ്ങളിലും ഖുർആൻ മരങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഈത്തപ്പനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തീനി വസ്സൈത്തൂൻ, ഒലിവ് മരം പറഞ്ഞിട്ടുണ്ട്, അത്തിമരം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യുഖദു മിൻ സജറത്തിൻ മുബാറക. ബറക്കത്തുള്ള മരം എന്ന് പറയുന്ന മരം, ഒലീവ് മരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. അല്ലേ? എവിടെയത്? അതും മരമാണ്. മരങ്ങൾ ഒരുപാട് ഖുർആനിലുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, വലിയൊരു മരമാണ്, വലിയ ഒരു മരമാണ്. മുത്തു നബി പഠിപ്പിച്ചു തൂബ എന്ന ഒരു മരം സ്വർഗത്തിലുണ്ടത്രേ. തൂബ മരം അത് വല്ലാത്തൊരു മരമാണ്. അവിടെയാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം നിക്കാഹിനായിരിക്കേണ്ടി വന്നത്. സ്വർഗത്തിലെ ഏറ്റവും മനോഹാരിത മരങ്ങളിലാണ്. മരങ്ങൾ, മൂസാ നബിയുടെ ജീവിതം മരങ്ങളുടെ ഇടയിൽ. മൂസ എന്ന പേര് പോലും ബൈനൽ മാഇ വശജർ എന്നാണ്. മൂസ എന്ന പേര് ഇബ്രാനി ഭാഷയിൽ ബൈനൽ മാഇ വശജർ, വെള്ളത്തിന്റെയും മരങ്ങളുടെയും ഇടയിൽ, നദിയും മരവും ഒക്കെ ആയിരുന്നു ആ ജീവിതം. മൂസ എന്ന് പറഞ്ഞാൽ മൂ ഒരു പേര്, സാ വേറെ പേര്. സാ എന്ന ഉച്ചാരണം ആ കാലഘട്ടത്തിലെ ലാംഗ്വേജിൽ സാ ഷാക്ക് പകരമുള്ളതാണ്. സാ ഷാക്ക് പകരമുള്ളതാണ്. ഷാ ഉച്ചരിക്കുന്നതിന് പകരമാണ് സാ. ഷാ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഷജറാണ്, ഷജർ മരമാണ്. മൂ എന്ന് പറഞ്ഞത് മാ ആണ്. ജനിച്ചു വീണിട്ട് ആ കുഞ്ഞ് എവിടെയായിരുന്നു? ഒരു പെട്ടിയിൽ, മരത്തിന്റെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലൂടെ എങ്ങനെ ഒഴുക്കിയിട്ടു. വെള്ളവും മരവുമാണ് ചേർന്ന ജീവിതമേ മൂസ അലൈഹിസ്സലാം. നൂഹ് നബി മകനെ വളർത്തുന്ന പോലെ, ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ ഒരു മരം വെച്ചു. ആ മരമാണ് സാജ് മരം. സാജ് എന്ന് പറഞ്ഞാൽ തേക്ക്. 100 വർഷം മഹാനായ ഇബ്നു കസീർ പറയുന്നുണ്ട് സൂറത്ത് ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ, 100 വർഷം വെള്ളം കോരി ഒഴിക്കണമെന്ന് പഠിപ്പിച്ചു. നൂഹ് നബിയോട് പറഞ്ഞു, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കാന നജ്ജാറ, മരപ്പണി നടത്തിയ ആളായിരുന്നു സയ്യിദുനാ നൂഹ് നബി. 100 വർഷം ഒരു തേക്ക് മരത്തിന്റെ പരിപൂർണമായ വളർച്ച 100 കൊല്ലം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് അറബികളുടെ അല്ലെങ്കിൽ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിലെ സഞ്ചാരികളുടെ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം. നിലമ്പൂർ കാടുകളിൽ നിന്നും തേക്ക് മുറിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചരിത്രമുണ്ട്.
ധാരാളം തേയില കാണപ്പെട്ടിരുന്നു. നിലമ്പൂർ വനാന്തരങ്ങളിലും മലഞ്ചെരുവുകളിലും ഒക്കെയായി. ആ ഭാഗത്തെ, മലബാർ ഭാഗത്തെ ആ ഒരു സൗകര്യത്തിൽ നിന്നും തേയിലയുടെ കയറ്റുമതിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറബ് ചരിത്രം പറയുന്നത്. അങ്ങനെ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തില് ഇവിടെ നിന്ന് മരങ്ങൾ കൊണ്ടുപോയ പോലെ തന്നെ തേയിലയും ധാരാളം കൊണ്ടുപോയി. അവസാനം അത് തേയില ഉണ്ടായ അത് സുലൈമാൻ നബിക്ക് ഉള്ളതായിരുന്നു. ചായക്ക് എന്താ പറയാ? അവിടെ വടക്കോട്ട് പോയ ചായക്ക് എന്താ പറയാ? സുലൈമാനി എന്നാ പറയാ. എന്താ കാര്യം? അത് സുലൈമാൻ നബിയിലേക്ക് ചേർക്കപ്പെട്ടതായിരുന്നു. കട്ടൻ ചായക്ക് എന്താ പറയാ? സുലൈമാനി. അപ്പോ അത്രത്തോളം മരങ്ങളുടെ ബന്ധം സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിലെ നിർമ്മാണങ്ങളിൽ മരങ്ങൾ വല്ലാതെ ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണത്തിലും മറ്റുമൊക്കെ മലയാള നാടിന്റെ മരങ്ങൾ. ഒരു തേക്ക് മരത്തിന്റെ പരിപൂർണ വളർച്ച 100 കൊല്ലം. 96ാമത്തെ കൊല്ലമെത്തിയപ്പോൾ നൂഹ് നബിക്കൊരു വിഷമം, ഇത് മുറിക്കണോരോ. ഇന്നലെ ഒരാളിനോട് പറഞ്ഞു, കായ്ഫലമില്ലാത്തൊരു മാവ് ഞാൻ മുറിച്ചു, കിടക്കാൻ പറ്റണില്ല. അത്രയും ചൂടാ. എന്ത് രസാണ് പണ്ടൊക്കെ ഒരു മരം, വീടിന്റെ മുന്നിൽ ഒരു വലിയൊരു തണൽ മരം, അതിലിങ്ങനെ ഊഞ്ഞാലും എന്തൊക്കെയായിരുന്നു. ഇന്ന് ഊഞ്ഞാല് കെട്ടാൻ 2 കമ്പി കിട്ടും. മരൊന്നും വേണ്ടെന്ന്. പെണ്ണുങ്ങൾക്ക് വലിയ പാടാ. മാവിന്റെ ഇലയൊക്കെ താഴത്തേക്ക് ഒരു കാറ്റുണ്ടായി കഴിഞ്ഞാൽ രാത്രി നേരം വെളുത്ത് മുറ്റടിക്കേണ്ടത്. മൂപ്പര് പ്രകൃതി സൗന്ദര്യമൊക്കെ പറയായിരിക്കും, പക്ഷെ ഈ ചൂലെടുക്കൂല. ആര്? ഈ പ്രകൃതി സൗന്ദര്യം പറയുന്ന ആള് എന്നാലും ചൂലെടുക്കൂല. മരങ്ങൾ അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ വേര് ഇറങ്ങുന്ന പോലെ, മണ്ണിലേക്ക് ഇറങ്ങുന്ന പോലെ ഖൽബിലേക്ക് ഇറങ്ങണം. എന്നാലോചിച്ച് നോക്കി, ഒരു മരത്തില് എത്ര പടർന്ന് വിടർന്ന് നിന്നാലും വലിയ കാറ്റ് വന്ന ആ മരത്തിന് പ്രശ്നമല്ല. അതിന്റെ വേര് ഇറങ്ങേണ്ട പോലെ നല്ലോണം വേര് മണ്ണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് വല്ല പ്രശ്നമുണ്ടോ? വേര് പരമാവധി അകത്തേക്ക്, ഈ ഭൂമിയുടെ ഹൃദയത്തിലേക്ക്, അതുപോലെ തന്നെ മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. എത്ര ഇറങ്ങുന്നോ അത്രയാ മരത്തിന്റെ കപ്പാസിറ്റിയാണ്. പിന്നെ ആ മരം തളിർക്കുന്നതും കായ്ക്കുന്നതും പൂക്കുന്നതും ഒക്കെ വലിയ സന്തോഷമാണ്. വേര് താഴേക്ക് ഇറങ്ങിയില്ല, ആ മരത്തിന്റെ മുകളിൽ വന്നുകൂടുന്ന ചില്ലകളും ശിഖരങ്ങളും അതിന്റെ ചുവടിലൂടെ പോകുന്ന ആളുകൾക്ക് ഭീഷണിയാണ്. ഇത് എപ്പോഴാണത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുക? ഖൽബിൽ ഈമാൻ ഇല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ, ഖൽബിൽ ഈമാൻ എന്ന ഫൗണ്ടേഷൻ ഇല്ലാതെ, വേരിറങ്ങാതെ എത്ര അമൽ ചെയ്താലും കാര്യമില്ല. عن عمر بن الخطاب رضي الله عنه قال النبي صلى الله عليه وسلم أحب الأعمال إلى الله تعالى أدومها ولو قليلا. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നും ചെയ്യുന്ന അമലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലോ ഖലീല, അത് കുറച്ചായാലും മതി, പക്ഷേ ഒരുപാട് വാരി വലിച്ച് ചെയ്യണ്ട. ഖൽബിൽ ഈമാൻ ഉണ്ടാവണം, തെറ്റുകളില്ലാത്ത ജീവിതം. ഈമാൻ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഭാഷ, അത് പറഞ്ഞുതരാൻ പറ്റും. ഏറ്റവും നല്ല ഭാഷ തെറ്റ് ചെയ്യാത്ത ജീവിതം എന്നാ അതിനെ ഈമാൻ എന്ന് പറയാം. ഈമാൻ ഒരാൾക്ക് എത്ര ഉണ്ടോ അത്ര, അതനുസരിച്ച് അമല് വന്നാൽ അതിന് ഒരു ഉറപ്പുണ്ടാവുള്ളൂ, ഭംഗിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ കൂടിയിട്ട് താഴേക്ക് വീഴും. അല്ലെങ്കിൽ അവന് തോന്നും, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണല്ലോ, ഞാൻ ഒരുപാട് അമൽ ചെയ്യുന്നല്ലോ എന്ന തോന്നൽ വരുന്നത് ആ വേര് താഴേക്ക് ഇറങ്ങാത്തപ്പോഴാണ്. ആ വേര് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് ഇവിടെ ഒന്നുമില്ലല്ലോ, ഇനി ഒരുപാട് ചെയ്യണമല്ലോ. ആ വേര് ഈമാനാണ്. അത് ഇറങ്ങുന്നത് മണ്ണിലല്ല, അത് ഖൽബിലാ. പരിശുദ്ധ ഖുർആൻ, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ. അവിടെ കൊടുത്തു ഒരു തീർന്ന എത്ര കിട്ടിയില്ലേ? കൊണ്ടുവരൂ. ആ കൊടുത്തു. ഓക്കെ.
കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് ലഅല്ലഹും യതദക്കറൂൻ. മുഅ്മിനായ മനുഷ്യനൊരു ഉപകാരിയാണ്, നഫഅയാണ്. ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. മഹാനവറുകൾ ജനങ്ങൾക്ക് വലിയ ഉപകാരിയായിരുന്നു. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം മനുഷ്യന്മാർക്ക് ഉപകാരം മുഅ്മിനായ മനുഷ്യനിൽ നിന്നുണ്ടാകും. സൂര്യൻ വെയിൽ ഉതിർത്ത് വിടുന്ന പോലെ മുഅ്മിനായ മനുഷ്യൻ ഒരു നാട്ടിലുണ്ടായാൽ മതി, എല്ലാവർക്കും ഉപകാരം. ഒരു മുഅ്മിനിന്റെ നിസ്കാരം അവന്റെ വീട്ടിൽ നടന്നാൽ മതി, അത് എല്ലാവർക്കും കാവലാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരം കാവലാണ്. അവന്റെ വീടിന്റെ 4 കോടിയിലേക്ക് 25 വീട് പിടിച്ചാൽ 100 വീട്ടുകാർക്ക്, അവന്റെ അയൽവാസികൾക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരം കാവലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം വല്ലാത്ത ഉപകാരം. എപ്പോഴാ ഉപകാരപ്പെടാം? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അങ്ങനെ ചൊല്ലി വരുമ്പോൾ ചൊല്ലി വരാറുണ്ടല്ലോ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ ചൊല്ലുമ്പോഴേക്കും ആ ഒരൊറ്റ വചനം കൊണ്ട് ഭൂമിയിൽ അവന്റെ ചുറ്റുപാടുള്ള 100 വീട്ടിലേക്ക് അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി അടക്കം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിൻ, നമ്മളിപ്പോ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യനെ രാവിലെ മുതൽ സൂര്യോദയത്തിന് മുമ്പ് അങ്ങോട്ട് നോക്കി നിന്നിട്ട് തെറി പറഞ്ഞവന്റെ വീട്ടിലേക്കും വെയിൽ വരുന്നതും, സൂര്യനെ ആരാധിച്ച സൂര്യാരാധകന്റെ വീട്ടിലേക്ക് വെയിൽ വരുന്നതും ഒരുപോലെ. അങ്ങനെ ഒരു സംസ്കാരമുള്ളിടത്തും വെയിലായിട്ട് ഒരുപോലെ വരാം. മുഅ്മിനായ മനുഷ്യൻ വജഅലനി മുബാറകം. ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് മഹാനവറുകൾ ഒരു ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. ബറക്കത്തുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നഫഅൻ ലിന്നാസാണ്. മഹാനവറുകൾ ജനങ്ങൾക്ക് വല്ലാത്ത ഉപകാരിയായിരുന്നു. അങ്ങനെയായിരുന്നു അമ്പിയാക്കൾ എല്ലാവരും. വിറകും കെട്ട് തലയിൽ വെച്ച് ചുമക്കാൻ പറ്റാത്ത ഉമ്മ അങ്ങാടിയിൽ നോക്കി നിൽക്കുമ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയത് തലയിൽ വെച്ചിട്ട് ആ ഉമ്മാനെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ആ ഉമ്മാനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒന്നുമില്ല കയ്യിൽ കൊടുക്കാൻ, ഒരു ഉപദേശിരിക്കട്ടെ, മക്കയിൽ ഒരു ചതിയൻ വന്നിട്ടുണ്ട്, പെട്ടുപോവല്ലേ ഉമ്മ, ആ പറഞ്ഞ ആള് ഞാനാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ വേരിങ്ങനെ കൽബിലേക്ക് ഇറങ്ങണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നാലാണ് നമ്മൾ അതിന്റെ ശാഖയായിട്ട് ചെയ്യുന്ന ലോഹറിന്റെ മുമ്പുള്ള സുന്നത്തും തറാവീഹും വിത്തറും സ്വതക്കയും ഒക്കെ ഗുണപ്പെട്ട് വരണമെങ്കിൽ ഈ വേര് താഴേക്കല്ല. അല്ലെ അതൊക്കെ ഒരു ഭാര. വേര് താഴേക്ക് പോവാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യൂല എന്നുള്ള തീരുമാനം. ഈമാനെ കുറിച്ച് പറയാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഭാഷ അതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുണ്ട് ചില ലോണുകളിലൊക്കെ കുടുങ്ങുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു കരകയറ്റിട്ട്. അത് വല്ലാത്തൊരു ഇടങ്ങേറാണത്. എത്ര കാലമാണ് ഒരു തെറ്റിൽ നിൽക്കുന്നതെന്ന് അറിയുന്നു. എങ്ങനെയുണ്ട്? ചില ആളുകൾ ഒരു ഹറാം ഒരു പട്ടം ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ കാലങ്ങളോളം നിലനിൽക്കാം. അതിൽ നിന്നുകൊണ്ട് അവൻ ഒരുപാട് നന്മയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എവിടെയാ എത്തിപ്പെടാം? മനുഷ്യന്മാർക്ക് യാതൊരുവിധ ലക്ഷ്യബോധവുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുഅ്മിനായ മനുഷ്യനെ പോലെ പറയാൻ ഈത്തപ്പന മരത്തെയും മറ്റുമൊക്കെ ഖുർആൻ ഉപമ പറഞ്ഞതിനെ മഹാന്മാർ വല്ലാതെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന പോലെ വേര് മണ്ണിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ഈമാൻ എവിടേക്ക് ഇറങ്ങാം? നമ്മുടെ ഈമാൻ കണ്ണിലിറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലേക്ക് ഈമാൻ ഇറങ്ങുന്നത് 7 ഭാഗങ്ങളിലാണ്. നമ്മുടെ ശരീരത്തിൽ ഈമാൻ ഇറങ്ങുന്നത് 7 ഭാഗങ്ങളിലാണ്. 7 ഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈമാൻ ഒരു മരത്തിന്റെ കൊമ്പുകൾ ഇറങ്ങി വരുന്ന പോലെയാണ്. മഹാനായ
അബൂബക്കർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈമാൻ എന്നത് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലേക്ക് ഇറങ്ങുന്നത് 7 മരക്കൊമ്പുകൾ ഇറങ്ങുന്ന പോലെയാണ്. ഒന്നാമത്തെ ശിഖരം അല്ലെങ്കിൽ വേര് ഇറങ്ങുന്നത് ഖൽബിലേക്കാണ്. ഈമാന്റെ ഒന്നാമത്തെ ശിഖരം ഖൽബിലേക്ക്. നല്ലത് ചിന്തിക്കാനേ ആ ഖൽബിന് കഴിയൂ. ഈമാനുണ്ടേ, ഈമാനുള്ള എന്തോ ഒന്നാ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലത് ചിന്തിക്കാനേ കഴിയൂ. രണ്ടാമത്തെ ശിഖരം ഇറങ്ങുന്നത് നാവിലേക്കാണ്. രണ്ടാമത്തെ ശിഖരം ഇറങ്ങുന്നത് നാവിലേക്കാണ്. വർത്തമാനം പറയുമ്പോൾ ഒരു ശ്രദ്ധ എത്ര സമയ ലാഭമുണ്ടെന്ന് അറിയും. എത്ര സമയ ലാഭമുണ്ടെന്ന് വർത്തമാനം പറയുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ എത്ര ആരോഗ്യ ലാഭമുണ്ടെന്ന്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെടുന്നത് 2 സമയത്താ. ഒന്നവൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ. നടക്കുക അല്ലെങ്കിൽ ഓട. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുന്നത്. രണ്ടാമത് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിൽ നടക്കുന്ന ഈ 2 കാര്യങ്ങൾ പാമ്പ് കടിയേറ്റ ആള് ചെയ്യാൻ പാടില്ല. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഇരിക്കണം. അള്ളാഹു കാക്കട്ടെ. പാമ്പ് കടിയേറ്റ വർത്താൻ ഒരുപാട് പറയാൻ പാടില്ല. എത്ര ഊർജ നഷ്ടപ്പെടുന്നു. മഹാന്മാര് പറഞ്ഞതാ, ഇതൊരുപാട് ഊർജം ചെലവ് ചെയ്ത് നിന്റെ ശരീരത്തിന്റെ നല്ല സമയം നീ ഒരുപാട് ചെലവ് ചെയ്ത് നീ ഇതിങ്ങനെ പറയുമ്പോ അത് യഥാർത്ഥത്തിൽ നിനക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതാ. നന്മയിൽ അല്ല നീ പറയുന്നതെങ്കിൽ, നന്മയിലല്ല നിന്റെ വർത്തമാനം ദീർഘമാകുന്നത് എങ്കിൽ നിനക്കത് ബുദ്ധിമുട്ട് തന്നെയാ. വസ്സുക്കൂത്തും നീ മിണ്ടാതിരിക്കലാണ് സലാമത്തിന് ആരോഗ്യം എന്ന് മഹാന്മാര് പറയാണ്. വർത്തമാനം പറയുമ്പോ കൂടുതൽ പറയണ്ട. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരാള് കളവ് പറയുന്ന സ്വഭാവം വന്നുകൂടാൻ ഏറ്റവും എളുപ്പം അവന്റെ വർത്തമാനം കൂടിയാൽ മതി. ഖാല റസൂലുള്ളാഹി. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ, മഹാനായ ഇമാം ഇബ്നു ഖുസൈമ അവിടുത്തെ സ്വഹീഹിലും മറ്റൊക്കെ ഉദ്ധരിക്കുന്നതായി ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യന് കളവ് പറയുന്ന സ്വഭാവമില്ല, നുണ പറയില്ല. പക്ഷെ കൂടുതൽ പറഞ്ഞാൽ ഒരു മനുഷ്യന് വർത്തമാനം പറയുന്നോടത്തൊരു പരിശീലനമുണ്ട്. നല്ലത് മാത്രമേ അവൻ പറഞ്ഞു പഠിച്ചുള്ളൂ. ആദ്യം കുറേശ്ശെ സംസാരിച്ചു, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും കടന്നു വരുന്നില്ല. അത് പിന്നെ ശീലമായി. പിന്നീട് അവന്റെ വർത്തമാനത്തിൽ ഇൻഷാ അല്ലാഹ് കൂടുതലായി, തക്ബീറുകൾ കൂടുതലായി, തഹ്ലീലുകൾ കൂടുതലായി. മഹാന്മാരായ സയ്യിദന്മാരൊക്കെ സംസാരിക്കാറുണ്ട്. കുറെ പറയും, നല്ല രസമായിരിക്കും കേട്ടിരിക്കാൻ. ചെറുപാടൊരു വർത്താനം പറഞ്ഞിട്ടില്ലേ, എത്രയോ പറയും. ഒരു ദിവസം ഉസ്താദ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ശംസുൽ ഉലമ പഠിപ്പിച്ചു കൊടുത്ത ക്ലാസ് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് മുപ്പരിങ്ങനെ പറയാൻ തുടങ്ങി. ഇഖ്റ ബിസ്മി, ഇഖ്റ മാത്രമേ പറഞ്ഞു. ഇഖ്റ പറഞ്ഞിട്ട് ആ ഇഖ്റ പോയത്, ഖിറാഅത്ത് പോയത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക്. സാധാരണ വർത്തമാനത്തിൽ എന്നാലിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അത്രയും കടുപ്പത്തിൽ ആ ഇഖ്റ തസവ്വുറാകുന്ന മേഖലകളെ ശൈഖുന ചെറുവാളൂർ ഒരിക്കൽ സാധുവായ എൻ്റെ മുന്നിൽ പറഞ്ഞു തന്നത് ഞാൻ ഓർത്തു പോവാം. വർത്തമാനത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ എക്സ്പ്ലെയിൻ. പക്ഷെ അതിലൊന്നും പാപം കടന്നു വരൂല. അങ്ങനെ പരിശീലിച്ച നാവുകളാവാൻ കഴിഞ്ഞാൽ, ഈമാൻ ഇറങ്ങിയ നാവാണ്. പറഞ്ഞു കൂട്ടുന്നത് മുഴുവൻ ദിക്റുകളാണ്. ആ പറഞ്ഞു കൂട്ടുന്നത് മുഴുവൻ ദിക്റുകളാണ്. ഈമാന്റെ ശിഖരം ഇറങ്ങിയ രണ്ടാമത്തെ ഭാഗം നമ്മുടെ നാവാണ്. മൂന്നാമത്തെ ഭാഗം നമ്മുടെ 2 കാലുകളാണ്. 2 കാലിലേക്കും ഈമാന്റെ ശിഖരം ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നു പോകാൻ നമ്മൾ കാല് ഉപയോഗിക്കുന്നത്, ഞാൻ ഈ നടന്നു പോകൽ കൊണ്ട് എനിക്ക് അള്ളാഹു കൂലി തരുമോ? അങ്ങനെയുള്ളടത്തേക്ക് മാത്രമേ ഞാനിപ്പോ പോണത് കൊണ്ട് എനിക്ക് കൂലി കിട്ടോ? ആരും ചിന്തിച്ചിട്ടുണ്ടോ? നടന്നു കഴിഞ്ഞാൽ കൂലി കിട്ടും. ചുമ്മാ നടന്ന കൂലി കിട്ടും. ഒന്നും ഉദ്ദേശിക്കാതെ ചുമ്മാ നടന്ന കൂലി കിട്ടും. ചുമ്മാ നടന്ന, ഒന്നും ഉദ്ദേശിക്കണ്ട, ചുമ്മാ നടന്നാൽ തന്നെ കൂലിയാണ്. അൽ മശ്യു ബൈനൽ ഗർളൈൻ, നെയ്യത്ത് വെക്കാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. 2 കാര്യങ്ങളുടെ ഇടയിൽ ഒരാൾ നടന്നാണ് പോകുന്നതെങ്കിൽ നെയ്യത്ത് വെക്കണ്ട. മഹാനായ ഇമാം ഷൗഖാനി അവിടുത്തെ മഹാനായ ഇമാം സർഖാനി അവിടുത്തെ ശറഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശറഹുൽ സർഖാനിയിൽ കാണാം, ഒരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, 2 ആവശ്യങ്ങളുടെ ഇടയിൽ വെറുതെ നടന്നാണ് പോകുന്നത്.
നടന്നു പോവാ എന്നതിന് നെയ്യത്ത് വെക്കാതെ കൂലി കിട്ടുന്ന അമലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തൽ പരിശീലിക്കുക നെയ്യത്ത് വെക്കാതെ കൂലി കിട്ടുന്ന അമലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ശ്രദ്ധിച്ചോണം, ഔറത്ത് വെളിവാവാതെ നീന്തലാവുമ്പോൾ. പിന്നെ പറഞ്ഞു, കുതിരയെ ഒരാൾ പരിശീലിപ്പിക്കുക, കുതിരയെ രാവിലെ എണ്ണ തേപ്പിക്കുക, കുതിരയെ രാവിലെ അതിൻ്റെ എന്താ പറയാ കുതിര സവാരിക്ക് വേണ്ടിയിട്ട് അതിനെ തയ്യാറാക്കുക, കുതിര ഓടുന്ന രീതിയിലേക്ക് അതിനെ പഠിപ്പിക്കുക. അങ്ങനെ ലക്ഷ്യത്തിൽ നിൽക്കാനും ലക്ഷ്യത്തിൽ നിന്നും യാത്ര തുടരാനും ഒക്കെ കുതിരക്ക് സൂചനകൾ കിട്ടുമ്പോൾ അതനുസരിച്ച് കുതിര മനസ്സിലാക്കുന്ന വിധം കുതിരയെ പരിശീലിപ്പിക്കുക. നെയ്യത്ത് വെക്കണ്ട, കൂലി കിട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു നാലാമത്, അപ്പൊ നടന്നു പോവാൻ നമ്മുടെ കാലുകൾക്ക് ഇത് അമലാകോ എന്റെ നടക്കൽ എന്ന് ചിന്തിക്കാൻ, കാലുകളിലേക്ക് ഈമാന്റെ ശിഖരം ഇറങ്ങണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് 2 കൈകളാണ്. ഈ കൈ കൊണ്ട് ചെയ്യുന്നത്, ഈ കൈ കൊണ്ട് എടുക്കുന്നത്, കൊടുക്കുന്നത്, വാങ്ങുന്നത്, പിടിക്കുന്നത്, തടവുന്നത്, തടുക്കുന്നത് എല്ലാം അമലാവണമെന്ന ചിന്ത വരുന്നത് കയ്യിലേക്കാ വേരിറങ്ങുമ്പോഴാ, ഈമാന്റെ ശിഖരം ഇറങ്ങുമ്പോഴാ. 5-ാമത്തേത് 2 കണ്ണുകളാണ്. 2 കണ്ണുകൾ. ഹറാമുകൾ ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിന്റെ 80% കണ്ണു മുഖേനയാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹറാമുകളിലേക്ക് പ്രേരണ വരുന്നത് കണ്ണു മുഖേനയാ. അലം നജഅൽ ലഹു ഐനൈൻ, 2 ഞാൻ തന്നില്ലേ? അള്ളാഹു എടുത്തു പറഞ്ഞ അനുഗ്രഹമാ 2 കണ്ണ്. കണ്ണിലേക്ക് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആലോചിച്ചോക്കണം, ഈമാനുള്ളവന്റെ കണ്ണാണോ? എന്ത് കണ്ടാലും ഇതിൽ അള്ളാനെ കണ്ടെത്താൻ കഴിയും. ഞാനൊരിക്കൽ നല്ല ഈമാനുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്, ഭയങ്കര ഈമാനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, വെറുതെ ഇങ്ങനെ ഞങ്ങൾ അസർ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാം, വർത്താനം പറഞ്ഞപ്പോനോട് പറഞ്ഞു, ഉസ്താദേ നീ തെങ്ങ് വളർന്നതിനുണ്ടോ? ഞാൻ തെങ്ങിന് എന്തോ കുഴപ്പമുണ്ട് എന്നോർത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ തെങ്ങൊക്കെ അള്ളാഹു മുകളിലേക്കാണ് വിട്ടത്, തെങ്ങൊക്കെ ചെരിഞ്ഞാണ് വളരണമെങ്കിൽ നമുക്ക് വീട് പണിയാൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിച്ചത്. അതായത് ഒരു ചിന്തിച്ചാൽ അള്ളാഹു അതിനെ വളർത്തിയത് അങ്ങനെ എന്ന് പറയാൻ കഴിയുന്ന ഒരു സെന്റൻസ് വായിൽ വരുന്നത് എന്ത് കണ്ടാലും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവമാണത്. എന്ത് കണ്ടാലും അതിൽ അള്ളാഹനെ കാണാൻ കഴിയും. എന്ത് കണ്ടാലും അതിൽ അള്ളാഹനെ കാണാൻ കഴിയും. ഈ മരങ്ങൾ എന്താ അങ്ങനെ? അതിനെ അള്ളാഹ് അങ്ങനെ പടച്ചു. ഇതെങ്ങനെയാ അങ്ങനെ? അള്ളാഹു ഓരോന്നിലും അള്ളാഹനെ കണ്ടെത്താനുള്ളത് വെച്ചിട്ടുണ്ട്. ഓരോന്നിലും അള്ളാഹുവിനെ കണ്ടെത്താൻ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശത്തെ പടച്ചതിൽ, ഭൂമിയെ പടച്ചതിൽ, ഭൂമിയിൽ നാം കാണുന്ന സൃഷ്ടിചരാചരങ്ങളെ കാണുന്നതിലൊക്കെ അള്ളാഹനെ കാണാനുള്ളത് അതിലുണ്ട്. ആലോചിച്ചാൽ മതി. കണ്ണിൽ ഈമാന്റെ ശിഖരം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാം കാണുന്ന മുഴുവനിലും അള്ളാഹനെ കാണാൻ കഴിയും. അള്ളാഹനെ കാണാൻ കഴിയും. 6-ാമത്തേത് നമ്മുടെ വയറാണ്. ഈമാന്റെ ശിഖരം ഇറങ്ങുന്നത് വയറാ. അങ്ങനെ ഉണ്ടെങ്കിൽ ലോട്ടറിക്കാരന്റെ വീട്ടിലെ കല്യാണം കൂടാൻ നമ്മൾ പോയാലും ഒന്നും കഴിക്കൂല. കല്യാണത്തിന് പോകാനല്ല അത് വേറെ കാര്യം. പലിശക്കാരന്റെ നോമ്പ് തുറ വേണ്ടാന്ന് വെക്കാൻ ആ നേരത്തെ വിശപ്പ് നമ്മുടെ കൂടെ നിൽക്കും. ആ വിശപ്പ് അടക്കാൻ അവൻ്റെത് വേണ്ട. എന്തുകൊണ്ട്? ഈമാന്റെ ശിഖരം വയറ്റിലേക്ക് ഇറങ്ങി. ഈമാന്റെ ശിഖരം വയറിലിറങ്ങിയ ഹറാമ് തിന്നാൻ കഴിയൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഈമാന്റെ ശിഖരം 7-ാമത് ഇറങ്ങുന്നത് ഹുസ്നുൻ യന്തഹി ഇലാ നഫ്സിഹി. നമ്മുടെ താല്പര്യങ്ങളിലേക്കാ ഈമാന്റെ ശിഖരം ഇറങ്ങേണ്ടത്. എന്തേ? ആ കാര്യത്തെ ആഗ്രഹിക്കൽ കൊണ്ട് എനിക്ക് യാതൊരുവിധ ഗുണവുമില്ല. അങ്ങനെ ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ താല്പര്യം എവിടെ എത്തിക്കുന്നു? അവനെ ഹറാമുകളിൽ എത്തിക്കുന്നു. അപ്പൊ ശിഖരങ്ങൾ, അതുപോലെ തന്നെ ചില്ലകൾ, വേരുകൾ, ഇങ്ങനെയുള്ളൊരു മഹത്തായ സങ്കല്പത്തെ മരം എന്ന തലത്തിലൂടെ ചിന്തിച്ചാൽ നിന്റെ ശരീരത്തിൽ ഒരു മരം നീ നട്ടുപിടിപ്പിക്കണം. അത് ഈമാൻ എന്ന വലിയ മരമാണെന്ന് മുഹമ്മദ് റസൂൽ. അതിന്റെ വേരും ശിഖരവും ഒക്കെ ഈ രീതിയിൽ ഇറങ്ങി വന്നാലാ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഗുണമുണ്ടാവൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞ് ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ശാരീരിക മാനസിക സാമ്പത്തിക വിഷമങ്ങൾ മുഴുവനും നീ ദൂരീകരിക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ ബർക്കത്ത് നൽകുക അല്ലാ. അറിവിൽ ബർക്കത്ത് നൽകുക അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകുക അല്ലാ. അള്ളാഹുവേ, മരണപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.